അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീണ്ട ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ സത്യവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള സന്തോഷത്തിലാണ്. ഈ ഒരു അവസരത്തിൽ ഓരോ സത്യവിശ്വാസിയുടെ മേലും വന്നു ചേരുന്ന നിർബന്ധ കർത്തവ്യമാണ് ഫിത്ർ സക്കാത്ത് അഥവാ സക്കാത്തുൽ ഫിത്ർ എന്നുള്ളത്. വ്രതം അവസാനിപ്പിക്കുക എന്നാണ് ഫിത്ർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പെരുന്നാൾ ദിവസത്തെ ചിലവ് കഴിച്ച് മിച്ചം ആർക്കൊക്കെ വരുന്നുണ്ടോ അവരെല്ലാം തന്നെ സക്കാത്ത് ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. സാധാരണയുള്ള സക്കാത്ത് സാമ്പത്തിക ശേഷി അനുസരിച്ചിട്ടാണെങ്കിൽ ആളുകളുടെ എണ്ണം അനുസരിച്ച് കൊണ്ടാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. മാത്രമല്ല, നാം അനുഷ്ഠിച്ചു പോയ വ്രതാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും നാം അനുഷ്ഠിച്ചു പോന്ന ഒരു മാസക്കാലമായി നാം അനുഷ്ഠിച്ചു പോന്ന വ്രതാനുഷ്ഠാനങ്ങൾ സംശുദ്ധമായി തീരാനും അതോടൊപ്പം തന്നെ നാം അനുഷ്ഠിച്ചു പോന്ന ഖുർആൻ പാരായണങ്ങൾ, ദാനധർമ്മങ്ങൾ, ഇബാദത്തുകൾ, എല്ലാ സകല സൽക്കർമ്മങ്ങളും സർവാധിനാഥൻ സ്വീകരിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് മുഴുവൻ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ നൗഫ. റൗഫ. ഓക്കെ, റൗഫ. എവിടെ നമ്മളെ വിളിക്കുന്നത്? ഐനിക്കര. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 ക്ലാസ്സിൽ അല്ലേ? ഓക്കെ, 3 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആരുള്ള കൂടെ സഹായിക്കാൻ? ആരുള്ള? ഉമ്മച്ചി ഉണ്ട് അല്ലേ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ മോള്? ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നേ? ആദ്യമായിട്ടാ വിളിക്കുന്നത് അല്ലേ? അപ്പൊ റൗഫ് മോളെ, 3 ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. 3 ചോദ്യം ഉണ്ടാവും. ആ 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ സമ്മാനം കിട്ടും. ഓക്കെ. റൗഫ് മോള് നോമ്പെടുത്തിരുന്നോ? ഇല്ല, തീരെ നോമ്പെടുത്തില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. എങ്ങനെ? 16 നോമ്പ് എടുത്തിട്ടുണ്ടോ? ആഹാ, വെരി ഗുഡ്, മാഷാ അല്ലാ, നല്ല കുട്ടിയാണല്ലോ. 16 നോമ്പ് എടുത്തു അല്ലേ? ആ, അടിപൊളി കേട്ടോ. നോമ്പെടുക്കുമ്പോ എങ്ങനെ ക്ഷീണം തോന്നാറുണ്ടോ? അപ്പൊ ക്ഷീണം തോന്നുമ്പോ എന്ത് ചെയ്യും? വെള്ളം കുടിക്കോ ആരും കാണാതെ? ഇല്ല അല്ലേ? അങ്ങനെ കുടിക്കാൻ പാടില്ല അല്ലേ? ആ, ഓക്കെ. എന്നാ റഫ് മോളെ, ചോദ്യം ചോദിക്കട്ടെ? ആ, ഒന്നാമത്തെ ചോദ്യം പറയാൻ പോവാണേ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതലായി ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരായിരുന്നു? ഓപ്ഷൻസ് പറയാം. ഹഫ്സ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. റഫു മോളെ, ഒന്നിന്റെ ഉത്തരം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് ചോദ്യങ്ങളാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. മത്സ്യം വിഴുങ്ങിയ പ്രവാചകൻ ഉണ്ടായിരുന്നു. ഏത് നബിയെയാണ് മത്സ്യം വിഴുങ്ങിയത്? ഇദ്രീസ് നബി, അയ്യൂബ് നബി, യൂനുസ് നബി? യൂനുസ് നബി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. രണ്ടിനും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. ഓക്കെ, ആ ചോദ്യത്തിന് കൂടെ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ചോദിക്കട്ടെ? ഹലോ ഹലോ റോഫ് മോളെ. ഓക്കെ, കോളൊന്ന് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ കുഴപ്പമില്ല, അവർ വിളിക്കുമായിരിക്കാം. നമുക്ക് അടുത്ത കോളിൽ ആരാന്ന് നോക്കാം.
ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറുംവാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫർസിൻ. ഓക്കെ ഫർസിൻ, ഫർസിൻ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാനി. പൊന്നൽ എവിടെയാണ് ഫർസിൻ? ചാണാ റോഡിലാണല്ലേ ഫർസിൻ. ഓക്കെ ഫർസിൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിലാണല്ലേ. ഏത് സ്കൂളാ? ISSലാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷയൊക്കെ കഴിഞ്ഞു, സ്കൂളൊക്കെ അടച്ചു അല്ലേ? ഇപ്പൊ പെരുന്നാളൊക്കെ ആവാറായല്ലോ. എത്ര നോമ്പെടുത്തു? 14 നോമ്പെടുത്തു അല്ലേ. മാഷാ അല്ലാ, നല്ല കുട്ടിയാണല്ലോ. പെരുന്നാളൊക്കെ ആവാറല്ലേ, ഡ്രസ്സൊക്കെ എടുത്തോ? എടുത്തു അല്ലേ. ഓക്കെ ഫർസിൻ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, സമ്മാനം കിട്ടിയിരുന്നോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. എന്നാ ഇത്തവണ സമ്മാനം വാങ്ങിക്കണം കേട്ടോ. ഓക്കെ ഫർസിൻ, ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ ഫർസിൻ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. സ്വവർഗരതി നിലനിന്നിരുന്നത് ഏത് നബിയുടെ സമൂഹത്തിലായിരുന്നു? സ്വവർഗരതി എന്ന് പറയുന്ന ഒരു നീച പ്രവൃത്തി ഉണ്ടായിരുന്നു. അത് ഏത് പ്രവാചകന്റെ സമൂഹത്തിലാണ് നിലനിന്നിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയട്ടെ. ഇബ്രാഹിം നബി, നൂഹ് നബി, ലൂത്ത് നബി. ക്വസ്റ്റ്യൻ ആണോ? ഓപ്ഷൻസ്: ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാം കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ് ഫർസൻ, ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 2 ചോദ്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനും കൂടി നന്നായി ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: അബുൽ ബഷർ ആരായിരുന്നു? അബുൽ ബഷർ എന്നറിയപ്പെടുന്നത് ഏത് പ്രവാചകനായിരുന്നു? ഓപ്ഷൻസ്: മൂസ നബി, ആദം നബി, യൂസുഫ് നബി. ഹലോ, ഓപ്ഷൻസ്: മൂസ നബി, ആദം നബി, യൂസുഫ് നബി. ഹലോ, ഫർസിൻ. ഓക്കെ, ഫർസിന്റെ കോൾ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറുംവാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ആദില ജുമാന. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നത്? മാരാമറ്റത്താണ് വിളിക്കുന്നത് അല്ലേ. ആദില ജുമാന. ഓക്കെ, മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? എങ്ങനെ? ഓക്കെ 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 ഓക്കെ. എങ്ങനെയാണ്, നോമ്പൊക്കെ ഉഷാറായിരുന്നല്ലേ? നോമ്പൊക്കെ കഴിഞ്ഞു, പെരുന്നാൾ ആവാറായി അല്ലേ? ഡ്രസ്സൊക്കെ എടുത്തോ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്ന മോനെ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, എന്തായാലും 3 ചോദ്യം ഉണ്ടായിരിക്കും കേട്ടോ. 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാല് സമ്മാനം ലഭിക്കും. ഓക്കെ ഓക്കെ, ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ വഫാത്തായ പ്രവാചകൻ ആരായിരുന്നു? ഒരു പ്രവാചകന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വഫാത്താവുന്നത്. അത് ആരായിരുന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഇദ്രീസ് നബി, ദാവൂദ് നബി, ആദം നബി. ഇദ്രീസ്, ദാവൂദ്, ആദം.
ദാവൂദ് നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ജുമാന, ഒന്നിന്റെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, അബുൽ ബഷർ ആരായിരുന്നു? അബുൽ ബഷർ എന്നറിയപ്പെടുന്നത് ആദം നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ, കൺഗ്രാറ്റുലേഷൻസ്. മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന പറഞ്ഞേ? ആ ഓക്കെ, ഇല്ലേ. ആരെ കൂടെ ഉള്ള സഹായിക്കാൻ ആരല്ലേ? താത്ത ഉണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും ലാസ്റ്റത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, തയ്യൽ ജോലി, തയ്യൽ അറിയാം, ടൈലറിങ് അറിയാലോ? തയ്യൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂചി കൊണ്ടുള്ള ഓരോ കുത്തിനും തസ്ബീഹ് ചൊല്ലിയിരുന്ന പ്രവാചകൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അതായത് ആ പ്രവാചകന്റെ മെയിൻ തൊഴിൽ, അതായത് കൈത്തൊഴിലായിട്ട് ടൈലറിങ് വശമുള്ള പ്രവാചകനായിരുന്നു. ആ പ്രവാചകന്റെ പേര് പറഞ്ഞാലും മതി. അദ്ദേഹം തയ്യൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഓരോ സൂചിയുടെ ഓരോ കുത്തിനും തസ്ബീഹ് ചൊല്ലിയിരുന്നു. ക്ലൂ. ഹലോ ഹലോ. ജുമാനയുടെ കോള് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കും. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹ്ർ റംദാൻ ടെലിക്വിസിൽ അടുത്തതായി ഒരു ഇടവേളയാണ്. ഇൻഷാ അല്ലാഹ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benko Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. And take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ് degree, diploma, airline and airport management, international travel and tourism, logistic and cargo, computer reservation system. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 333 666. An institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay.
Hotel's okay. We got a great package. They'll be there with you. I got it! Neetu's wedding gift! Wow, star cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. AkbarTravels.com, your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറം നാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഓക്കെ, വെളിയങ്കോട്. ആരാണ് പേര് പറയൂ? ബുഷറ, വെളിയങ്കോട്. ഓക്കെ ബുഷറ. ബുഷറ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണോ? ഹൗസ് വൈഫ് ആണല്ലേ? ഓക്കെ ബുഷറ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ബുഷറ? ആദ്യമായിട്ട് വിളിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. എങ്ങനെ പ്രോഗ്രാം കാണാറുണ്ടോ? ആ ശരി, ന്യൂസ് അറിഞ്ഞപ്പോ വിളിക്കുകയാണല്ലേ? ഓക്കെ, അതിൽ കുറെ മുൻപേ വിളിക്കണമായിരുന്നു. ഒരുപാട് അറിവുകൾ ഇതിൽ ലഭിക്കുമായിരുന്നു. ഇതിപ്പോ ഏകദേശം നമ്മുടെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ഇൻഷാല്ലാ. വിളിച്ചല്ലോ, കിട്ടിയല്ലോ അല്ലേ? ഒരുപാട് നിരന്തരം കോള് വരുന്നതിന് ഒരുപാട് പേര് കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ പറഞ്ഞു. എന്തായാലും നിങ്ങൾ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. എന്തായാലും നമുക്ക് ചോദ്യത്തിന്റെ രീതി പറയാം. ആദ്യമായി വിളിക്കാണല്ലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിന്റെ രീതി എന്ന് വെച്ചാല് 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ നമുക്ക് നോക്കാം കേട്ടോ. കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്? ആരുമില്ല അല്ലേ? അങ്ങനെ ആരും വേണ്ടി വരില്ല, നിങ്ങൾക്ക് തന്നെ ഒറ്റക്ക് നേടാവുന്നതേ ഉള്ളൂ. അങ്ങനെയാവും അല്ലേ? ആ ഒരു വിശ്വാസം നമുക്ക് തുടങ്ങി നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാ. എങ്ങനെ പോകുന്നു? പെരുന്നാളൊക്കെ അടുത്തല്ലോ അല്ലേ? റംസാനൊക്കെ തൃപ്തികരമാണോ? കഴിഞ്ഞ നാളുകളൊക്കെ അത്യാവശ്യം ഇബാദത്തൊക്കെ ചെയ്തിട്ടുണ്ടോ? അതെ അതെ അതെ, അതിന്റെ പ്രയാസം ഉണ്ടല്ലേ ചെറുതായിട്ട്. ഇൻഷാ അല്ലാ എന്തായാലും നമ്മൾ ചെയ്ത ഇബാദത്തുകളൊക്കെ പഠിച്ചോ സ്വീകരിക്കട്ടെ. അതെ, നമുക്ക് എന്തായാലും ചോദ്യത്തിലേക്ക് പോവാണ്. എന്തായാലും ഒന്നാമത്തെ ചോദ്യം എളുപ്പമുള്ളത് വേണമെന്ന് പറഞ്ഞു അല്ലേ? ആയിക്കോട്ടെ, എന്നാ എളുപ്പമുള്ളത് തന്നെ തരാം. ആയത്തുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ഓപ്ഷൻസ് പറയാം. ആയത്തുകളുടെ നേതാവ് സയ്യിഉൽ ആയ എന്ന് പറയുന്നുണ്ട്. അത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ്. ആയത്തുൽ കുർസി, ആയത്തുൽ ദൈൻ, ആയത്തുൽ അഹ്കാം. ആയത്തുൽ കുർസി കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. എന്താ ഒന്നാമത്തെ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് വെറും 2 ചോദ്യങ്ങൾ മാത്രമാണ്. 2 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറയാൻ ശ്രമിക്കണം. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ. രണ്ടാമത്തെ ചോദ്യം, എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു സൂറത്തുണ്ട്. ഏത് അസുഖം വന്നാലും അതിനൊക്കെ മരുന്നാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു സൂറത്തുണ്ട്. സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ. ഓക്കെ, നിരന്തരം കോള് വരുന്ന കാരണം അവരുടെ കോള് ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറം നാട്ടിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫർസിൻ. ഓക്കെ ഫർസിൻ, ആ നേരത്തെ വിളിച്ചു അല്ലേ? കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ചാണാറോട്ടല്ലേ ഫർസിൻ വിളിക്കുന്നേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മോനെ. ഓക്കെ, റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, ആദ്യം നേരിട്ട് നമുക്ക് ഡിസ്കസ് ആവണതിന് മുന്നത്തെ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. നേരിട്ട് ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം തുടങ്ങട്ടെ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കുറവ് സൂറത്തുകളുള്ളത് ഏത് ജുസയിലാണ്? 30 ജുസ് ഉണ്ടല്ലോ, അതിൽ ഏത് ജുസയിലാണ് ഏറ്റവും കുറഞ്ഞ സൂറത്തുകൾ ഉള്ളത്? ഓപ്ഷൻസ് പറയാം. 2ാമത്തെ ജുസയില്, 3ാമത്തെ ജുസയില്, 4ാമത്തെ ജുസയില്. 2, 3, 4 ഇതിൽ ഏത് ജുസയിലാണ് ഏറ്റവും കുറഞ്ഞ സൂറത്തുള്ളത്?
2 കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഫർസിൻ അടിപൊളി. ആരാ പറഞ്ഞെന്നേ? ഉമ്മ പറഞ്ഞു അല്ലേ? ആ ഓക്കെ, അടിപൊളി. എത്ര ഉണ്ടെന്നറിയോ? എത്ര സുഹൃത്തുണ്ടെന്നറിയോ? എത്ര സുഹൃത്തുണ്ടെന്നറിയോ ജുസയിലെ? അൽബക്കറയുടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ സഹോദരൻ ആരായിരുന്നു? ഈസാ നബി അലൈഹി ഇസ്ലാം, ഹാറൂൻ നബി അലൈഹി ഇസ്ലാം, ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം? ഹാറൂൻ നബി അലൈഹി ഇസ്ലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ഫർജിൻ രണ്ടിനും ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞാല് ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ട് കേട്ടോ. ഓക്കെ ഫർജിൻ, മൂന്നാമത്തെ ചോദ്യം. ആരായിരുന്നു അബുൽ ബഷർ? അബുൽ ബഷർ ആരായിരുന്നു? ഒരു പ്രവാചകനായിരുന്നു അബുൽ ബഷർ എന്നറിയപ്പെടുന്നത്. ആരാണ്? ആദം നബി അലൈഹി സ്വലാം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. അടിപൊളി ഫർജിൻ, സമ്മാനാർഹനാണ് കേട്ടോ. ഓക്കെ, സന്തോഷല്ലേ? പലതവണ വിളിച്ചു, ഫോൺ കട്ടായി അല്ലേ? അവസാനം വിളിച്ചപ്പോ സമ്മാനം വാങ്ങിക്കുകയും ചെയ്തു. ഓക്കെ ഫർജിൻ, അടിപൊളി. എന്തായാലും സമ്മാനാർഹനാണ് കേട്ടോ. സന്തോഷമായല്ലോ? ഓക്കെ, അടുത്തുള്ള ഉമ്മയുടെ ഉപ്പയോടൊക്കെ സലാം പറയണം കേട്ടോ. അന്വേഷണം പറയണം, അവരോട് താങ്ക് യു അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഫർജിനെ വിളിച്ചതിൽ നന്ദി. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഫഹീം. ഫഹീം എവിടെ വിളിക്കുന്നു? ചാണ റോഡ് വിളിക്കുന്നു. ഫഹീം. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫഹീം? 7ാം ക്ലാസ്. ഏത് സ്കൂളാ? എവിടെ? ISലാണ് പഠിക്കുന്നത് അല്ലേ ഫഹീം? ഓക്കെ ഫഹീം, എങ്ങനെ പോകുന്നു ഫഹീമെ? റമദാനൊക്കെ ഉഷാറായി കഴിഞ്ഞില്ലേ? പെരുന്നാളൊക്കെയാണ്. ഡ്രസ്സൊക്കെ എടുത്തോ? ഡ്രസ്സൊക്കെ എടുത്തു അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഫഹീം മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യമായിട്ട് വിളിക്കുന്നത് അല്ലേ ഫഹീമെ? 3 ചോദ്യമാണ് ചോദിക്കാം. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ 3നും ശരിയായ ഉത്തരം പറഞ്ഞാലുമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ ഫഹീം, എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. സ്വർഗത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്ന ഇബാദത്ത് ഏത്? ഒരു ആരാധനാ കർമ്മം സ്വർഗത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നുണ്ട്. ഏതാണ്? നമസ്കാരം. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ് അല്ലെ? അടിപൊളി. ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഫഹീം ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫഹീം ആൾ ഷാറാണ്, അൽഹംദുലില്ലാഹ്. എന്താ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പക്ഷികളും പറവകളും തസ്ബീഹ് ചൊല്ലി ആരുടെ കൂടെ? ഒരു പ്രവാചകനോടൊപ്പം പക്ഷികളും പറവകളും തസ്ബീഹ് ചൊല്ലിയിരുന്നു. ഓപ്ഷൻസ്: ദാവൂദ് നബിയുടെ കൂടെ, ഇബ്രാഹിം നബിയുടെ കൂടെ, ഇസ്മായിൽ നബിയുടെ കൂടെ. ദാവൂദ് നബിയുടെ കൂടെ. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ് ഫഹീം. ഫഹീം 2 ചോദ്യത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് ഫഹീം. മൂന്നാമത്തെ ചോദ്യം. 17ാം വയസ്സിൽ ഭരണാധികാരം ഏറ്റെടുത്ത നബി ആരായിരുന്നു? വെറും 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം എങ്ങനെ അതെ ചോദിച്ചിരിക്കുന്നു. 17ാം വയസ്സിൽ ഭരണാധികാരം ഏറ്റെടുത്ത പ്രവാചകൻ. മൂന്നാമത്തെ ചോദ്യമാണ്. അതിൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ക്ലൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. എങ്ങനെ ക്ലൂ ഇല്ല, പക്ഷേ ഞാൻ ക്ലൂ തരാം. പിന്നെ ഖുറാനിലെ ഏറ്റവും മികച്ച കഥയായിട്ട് അദ്ദേഹത്തിന്റെ കഥ, ആ പ്രവാചകന്റെ കഥ പറയുന്നുണ്ട്. യൂസുഫ് നബി. കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ് ഫഹീമെ. അടിപൊളി കേട്ടോ. ക്ലൂ കിട്ടിയപ്പോഴാണ് ആൻസർ പുറത്തു വന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ് ഫഹീമെ സമ്മാനാർഹനാണ് കേട്ടോ. ഓക്കെ, സന്തോഷമായല്ലോ? ഓക്കെ ഫഹീമെ, അസ്സലാമു അലൈക്കും.
പുഴമ്പ്രം. ആ പുഴമ്പ്രത്ത് നിന്ന് അസ്ന നസ്രിനെ വിളിക്കുന്നത്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോളെ? 4th. ഏത് സ്കൂളിലാ? ISS പഠിക്കുന്നത്. ഓക്കെ, എങ്ങനെ നോമ്പൊക്കെ എടുത്തിരുന്നോ മോള്? നോമ്പെടുത്തിരുന്നു അല്ലേ? എത്ര നോമ്പെടുത്തു? 18 നോമ്പെടുത്തു. ആഹാ, നല്ല കുട്ടിയാണല്ലോ. ഇപ്പൊ നോമ്പൊക്കെ ഏകദേശം അവസാനിക്കാറായി അല്ലേ? പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തോ? ആഹാ, എല്ലാ അടുക്കലും കഴിഞ്ഞു. ഇപ്പൊ അടിപൊളി പെരുന്നാൾ വരാൻ കാത്തിക്കാണ് അല്ലേ? ഓക്കെ മോളെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ? ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ രീതി പറയാം. 3 ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അതില് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. പക്ഷെ 3നും ശരിയായ ആൻസർ ചെയ്താലാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, നന്നായിട്ട് ആലോചിച്ച് ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, ഏത് പ്രവാചകനാണ് പാറയിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ പുറപ്പെടുവിച്ചത്? ഒരു പ്രവാചകന് പാറയിൽ നിന്നും പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. ആ പ്രവാചകൻ ആരായിരുന്നു? സ്വാലിഹ് നബി അലൈഹിസ്സലാം. മാഷാ അല്ലാ, അടിപൊളി. ഓപ്ഷൻസ് ഒന്നും വേണ്ട അല്ലെ? ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ മോളെ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്വാലിഹ് നബി കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ആരാ കൂടെ അല്ല സഹായിക്കാന്? താത്ത ഉണ്ട് അല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം കേട്ടോ. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച പ്രവാചകൻ ഉണ്ടായിരുന്നു. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച പ്രവാചകൻ. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻസ് വേണ്ടേ? ഓപ്ഷൻസ് കേട്ടിട്ട് ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ, യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം. അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ച പ്രവാചകൻ. ഹലോ, ആ പറയൂ, സമയം വൈകുന്നുണ്ട്. യൂസുഫ് നബി ആണോ? യൂസുഫ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം. ഹലോ, ഓക്കെ, കോള് ഡിസ്കണക്ട് പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളി ക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹറുല്ലാ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? അയാൻ. അയാൻ എവിടെ നിന്ന് വിളിക്കുന്നു? ബസ് സ്റ്റാൻഡിൽ വിളിക്കുന്നു അല്ലേ അയാൻ? ഓക്കെ, ഏത് ക്ലാസ്സിലാ അയാനെ? നഴ്സറിയിലാണ് പഠിക്കുന്നത് അല്ലേ? ആഹാ, അടിപൊളി, നല്ല കുട്ടിയാണ് കേട്ടോ. ഓക്കെ അയാൻ മോനെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല അയാൻ. ആ, ഉറക്കെ പറയണം കേട്ടോ. ചോദ്യം ചോദിക്കട്ടെ? ആ, നേരിട്ട് ചോദ്യത്തിലേക്ക് പോവാൻ കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, നഴ്സറിയിലാണ് പഠിക്കുന്നത് അല്ലേ മോന്? ആ, ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാൻ കേട്ടോ. നഴ്സറി ക്ലാസ് ആണല്ലോ, അപ്പൊ ചെറുതായിക്കോട്ടെ അല്ലേ സുഹൃത്ത് ചോദ്യങ്ങള്. ഓക്കെ, ഏറ്റവും കൂടുതൽ സൂറത്തുകളുള്ളത് ഏത് ജുസുയിലാണ്? ഏറ്റവും കൂടുതൽ സൂറത്തുകളുള്ളത് ഏത് ജുസുയിലാണ് എന്നുള്ളതാണ്. ഒന്നാണോ? ഞാൻ ഓപ്ഷൻസ് പറയാം, അത് പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോ കേട്ടോ. ഓക്കെ, ഓപ്ഷൻസ് പറയാം. ജുസ് 27, ജുസ് 28, ജുസ് 30. 30 കറക്റ്റ് ആൻസർ. കൺഗ്രാചുലേഷൻസ് അല്ലെ? 30ാമത്തെ ജുസയിലാണ്. ഒരുപാട് സൂറത്തുകളുണ്ട് അല്ലെ? ഏകദേശം 37ഓളം സൂറത്തുകൾ ഏതിലുണ്ട്? 30ാമത്തെ ജുസയിലുണ്ട് അല്ലെ? ശരി ഉത്തരാണ് കേട്ടോ. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ആയിക്കോട്ടെ, എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം കേട്ടോ.
ഓക്കെ, ചോദിക്കട്ടെ? പാരായണം ചെയ്താൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് പാരായണം ചെയ്താല് 3 ദിവസത്തോളം പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഒരു സൂറത്തിനെ കുറിച്ച്. ആ സൂറത്ത് ഏതാന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയോ? മനസ്സിലായോ? അതായത് 3 ദിവസം ഒരു സൂറത്ത് ഓതിയാൽ ആ വീട്ടിൽ എന്ത് ചെയ്യില്ല, പിശാചിന് ശല്യം ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്ത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: സൂറത്തുൽ ബക്കറ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫാത്തിഹ. ഉറപ്പിച്ചോ? ആലോചിക്കണ്ട, തിരിച്ചാലോചിക്കണ്ടല്ലോ. യാസീൻ ഉറപ്പായോ? ഇനിയുണ്ടോ? ഇനി മാറുവോ? ഫാത്തിഹ പറഞ്ഞത് മാറി, യാസീൻ പറഞ്ഞു. ഇനി അത് മാറുവോ? അൽബക്കർ അല്ല അല്ലേ? അല്ലല്ലോ. ഓക്കെ, അൽബക്കർ ആയിരുന്നു ശരിയായ ഉത്തരം മോനെ. കേട്ടോ, കുഴപ്പമില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ഒരു മാസക്കാലമായി നാം അനുഷ്ഠിച്ചു പോകുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഏകദേശം തിരശ്ശീല വീഴുകയാണ്. ഈ ഒരു അവസരത്തിൽ സകല പോരായ്മകൾ തീർത്തുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളാവട്ടെ നമ്മുടേത് എന്ന് സർവാധിനാഥനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം ചെയ്ത സകല സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും ആരാധനകളും ഖുർആൻ പാരായണങ്ങളും എല്ലാം തന്നെ നാളെ സർവാധിനാഥൻ്റെ മുൻപിൽ നമുക്ക് അനുകൂലമായി മറുപടി പറയുന്ന ഒരവസരം നമുക്കുണ്ടായി തീരട്ടെ. അതിന് സർവാധിനാഥനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഒരു മാസക്കാലമായി നാം ആരംഭിച്ച ഷഹ്ർ റമദാൻ ടെലികിസിൻ്റെ പ്രോഗ്രാം ഇന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും സഹകരിക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം പേജ് ടിവിയുടെയും ഷഹ്ർ റമദാൻ ടെലികിസിൻ്റെ ടീമിൻ്റെയും ബെൻസി പോളിക്ലിനിക് ടീമിൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ചെറുപെരുന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും.